ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ CR രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത്, കാരണം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന് മകന് ജോലി നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് ചെയ്തു എന്നാണ് നമ്മൾ വിശ്വസിച്ചത്. പക്ഷേ അതിൽ വളരെയധികം നിയമക്കുരുക്കുകൾ കിടക്കുന്നുണ്ട്. കാരണം ദേവസ്വം ബോർഡിൽ സ്ഥിര നിയമനം നൽകാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും അധികാരം ഇല്ല എന്നിരിക്കെയല്ലേ ഇത്തരത്തിലൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുമല്ലോ. ദേവസ്വം ബോർഡിനെ നിയമിക്കാൻ അധികാരമില്ല. 2015 HRA ആക്ടിലെ അമെന്റ്മെന്റ് വന്നപ്പോൾ ദേവസ്വം ബോർഡിന്റെ നിയമന അധികാരം പിൻവലിച്ചു. ഗവൺമെന്റ് തന്നെയാണ് അത് മാറ്റിയത്. അത് കഴിഞ്ഞ് റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ആ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അവിടെ പ്രോസസ് ചെയ്താണ് നിയമനം നടത്തേണ്ടത്. പിന്നെ എങ്ങനെയാണ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് നിലവിലുള്ള ബോർഡ് നിയമനം കൊടുത്തതെന്ന് അറിയില്ല. പിന്നെ മറ്റൊരു കാര്യം, അങ്ങനെ ആ കുടുംബത്തിന് ജോലി കൊടുത്തതിനെ എതിർക്കുകയല്ല. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയാണ്, ഓബ്ലിഗേഷൻ അത്. അതായത് ഗവൺമെന്റിന് തന്നെ 10-40 ഡിപ്പാർട്ട്മെന്റ് ഉള്ളപ്പോ എന്തിനാണ് ഈ ഹിന്ദു ധർമ്മ സ്ഥാപനത്തെ കൊണ്ട് തിരിയാൻ ശ്രമിച്ചത്? അത് ഈ ദേവാലയ സ്ഥാപനങ്ങളോ ഹിന്ദു സ്ഥാപനങ്ങളോടുള്ള ഒരു നിഷേധമല്ലേ? ഗവൺമെന്റിന് 10-40 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവരുടെ ലയബിലിറ്റി അല്ലേ അത്? അവിടെ ചെയ്യാൻ ഇവിടെ ചെയ്തു. മാത്രമല്ല അധികാരമില്ല. ആരെങ്കിലും കോടതി പോകാതെ നിയമനം തെറിച്ചു പോകും. ആ കുടുംബത്തെ ചതിക്കുകയാണ് ചെയ്തത്. അതെ, അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇതൊരു ചതിയാണ് എന്നാണ് പല ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരമൊരു കാര്യം ചെയ്ത് നൽകുമ്പോൾ അത് സുസ്ഥിരമായ ഒരു നിയമനമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇതിലില്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു നിയമനം നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ സ്ഥിര നിയമനം നൽകാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും അധികാരമില്ല എന്നിരിക്കെയാണ് ചീഫ് എഞ്ചിനീയറുടെ പേരിൽ നിയമന ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഇത് ആ കുടുംബത്തിനെ സഹായിക്കുന്നതിലുപരി കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പ്രജിത്തിലേക്ക് തന്നെ വരികയാണ്. പ്രജിത്ത്, ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കൂടുതൽ നിയമക്കുരുക്ക് ആ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം സ്ഥിര നിയമനത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു വകുപ്പ്, അതിൽ തന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു നിയമനം നൽകിയതെന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള വകുപ്പുകളുമായി ഒരു ബന്ധവുമില്ലാത്തൊരു സ്ഥാപനമാണ്. അത് പ്രത്യേക ഭരണഘടനയും പ്രത്യേക സംവിധാനവുമുള്ള പ്രത്യേക നിയമാവലികളുമുള്ള ഒരു പ്രത്യേക എൻറ്റിറ്റിയാണ്. അത് ഹിന്ദു സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ, അത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ, അവയുടെ സ്വത്തുക്കളുടെ പരിപാലനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അതിന് പോലും കഴിയാതെ കഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ അതിന് പോലും കഴിയാത്തൊരവസ്ഥയിലാണ് സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകൾ എന്നുള്ളത് നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ സർക്കാരിന് നേരിട്ട് ഇത്തരത്തിലൊരു നിയമനം നൽകാൻ ഒരു തരത്തിലും ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടാൻ കഴിയില്ല. ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഒരു ജോലി നൽകണം, അവർക്ക് കരുതൽ നൽകണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് ഉണ്ടാകേണ്ടത് തന്നെയാണ്. പക്ഷേ അത് എവിടെ നൽകണം, എങ്ങനെ നൽകണം? കാരണം സർക്കാരിന് നേരിട്ട് ഈ സർക്കാർ കീഴിലുള്ള ഏതെങ്കിലും ഒരു വകുപ്പിൽ നിയമനം നൽകിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങളും വരില്ല. കാരണം സർക്കാരിൻ്റെ സ്പെഷ്യൽ റൂൾ അടക്കം പുറത്തിറക്കി സർക്കാരിന് സ്പെഷ്യൽ റൂൾ ചൂണ്ടിക്കാട്ടി ഈ രീതിയിൽ നിയമനം നൽകാൻ കഴിയും. സ്വാഭാവികമായും അത് സംസ്ഥാനത്ത് ആർക്കും അത് ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ അധികാരവും ലഭിക്കുന്നതല്ല. പക്ഷേ ഇവിടെയാണ് സർക്കാർ തന്നെ ചെയ്തിരിക്കുന്ന ഈ കുഴപ്പം പിടിച്ചൊരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളത് നമ്മൾ പറയേണ്ടത്. അങ്ങനെ സർക്കാരിന് യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ലാതെ, യാതൊരു എതിർപ്പുകളും ഇല്ലാതെ ബിന്ദുവിൻ്റെ മകന് സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വകുപ്പിൽ ജോലി ചെയ്യാൻ നൽകാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് ചെയ്യാതെയാണ് ദേവസ്വം ബോർഡ് പോലെ സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലാത്തൊരു സ്ഥാപനത്തിൽ ഈ രീതിയിൽ ബിന്ദുവിൻ്റെ മകന് ജോലി നൽകിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ജില്ലയിൽ നിന്നുള്ള ആളായതുകൊണ്ട് ദേവസ്വം വകുപ്പിൽ നിയമനം നൽകാം. അത് സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം വകുപ്പിലാണെങ്കിൽ നിയമനം നൽകാം. പക്ഷേ ദേവസ്വം ബോർഡിൽ നിയമനം നൽകണമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രജിത്ത്, എന്തായാലും ഈ റിപ്പോർട്ടിലേക്ക് തന്നെ വളരെ വേഗം നമുക്ക് മടങ്ങിയെത്തണം.